നമ്മുടെ ചുറ്റും പലതരത്തിലുള്ള പൂവുകളും പുഷ്പങ്ങളും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഇത് എത്ര മനോഹരമാണെന്നറിയാമോ? ചില സമയങ്ങളിൽ നമ്മുടെ കേരളത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലൂടെ പോയാൽ, നല്ല വസന്തകാലത്ത് വിവിധ തരത്തിലുള്ള പൂവുകൾ അല്ലെങ്കിൽ പുഷ്പങ്ങൾ വഴിത്തലയ്ക്കൽ നിൽക്കുന്ന കാണാൻ കഴിയുന്നുണ്ട്. ഇതിലേക്കെല്ലാം ഒത്തിരിയേറെ പ്രാണികളും ചിത്രശലഭങ്ങളും പറന്നെടുക്കും. എന്തുകൊണ്ടാണ്? അവ പരത്തുന്ന സൗരഭ്യം, അവ നൽകുന്ന പൂമ്പൊടികൾ, ഇത് ആസ്വദിക്കാൻ വേണ്ടിയാണ് ഇവർ വരുന്നത്. വിശുദ്ധ ബൈബിൾ ഒരു വാക്യം പറയുന്നുണ്ട്, യു ആർ ദ ഫ്രാഗ്രൻസ് ഓഫ് ക്രൈസ്റ്റ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാണ്. ദൈവം നമ്മെ ഈ ലോകത്തിൽ ആക്കി വെച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് സുഗന്ധം കൊടുക്കാൻ വേണ്ടിയാണ്, സൗരഭ്യം കൊടുക്കാൻ വേണ്ടിയാണ്. എങ്ങനെയാണ് അത് സാധ്യമായി തീരുന്നത്? ഒന്ന്, നമ്മുടെ പ്രവൃത്തിയിലൂടെയാണെങ്കിൽ. രണ്ട്, നമ്മുടെ വാക്കുകളിലൂടെയാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ നാവിനെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകുന്ന രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ എത്ര മനോഹരമായിരുന്നു. എല്ലാ ദിവസവും ഒരാൾക്കെങ്കിലും പ്രചോദനം പകരുന്ന വാക്കുകൾ നമ്മുടെ വായിൽ നിന്നും വന്നാലോ? അത് നിങ്ങളുടെ ഓഫീസിലായിരിക്കും, നിങ്ങളുടെ വീട്ടിലായിരിക്കും. മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാനും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും നിങ്ങളുടെ നാവ് ഉപയോഗിക്കുമ്പോൾ നിശ്ചയമായിട്ടും നിങ്ങളൊരു സൗരഭ്യവാസനയായി മാറുകയാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രചോദനം കൊടുക്കുകയാണ്. നിങ്ങൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നവരായി തീരുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ യെശയ്യാപ്രവചനത്തിൽ പറയുന്നു, ശിഷ്യന്മാരുടെ നാവ് നമുക്ക് തന്നിരിക്കുക. എന്തിനാണെന്നറിയാമോ? ക്ഷീണിച്ചിരിക്കുന്നവരെ ബലപ്പെടുത്താൻ വേണ്ടി. അപ്പം നിങ്ങളുടെ നാവ് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? നമുക്ക് ചെറിയ പ്രവർത്തികളിലൂടെ മറ്റുള്ളവരിലേക്ക് സൗരഭ്യം വരുത്താൻ കഴിയും. നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മകൾ മറ്റുള്ളവർക്ക് പങ്കിടാൻ കഴിയും. നമ്മുടെ വീട്ടിലേക്ക് ആഹാരം ചോദിച്ചു വരുന്ന, ബുദ്ധിമുട്ടി വരുന്ന ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവരെ ഒന്ന് സ്നേഹിക്കാൻ കഴിയും. വേണ്ട, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികളുണ്ടല്ലോ, അവരെ നമുക്ക് സ്നേഹത്തോടൊന്ന് പരിചരിക്കാൻ കഴിഞ്ഞാൽ എത്ര നല്ലതാണ്. അതിഥി സൽക്കാരം മറക്കരുത് എന്ന് വിശുദ്ധ വചനം നമ്മെ ഓർപ്പിക്കുന്നു. അതിഥി ദേവോ ഭവ എന്ന് പുരാണങ്ങളിലൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുമുണ്ടല്ലോ. അതെ, നമ്മുടെ ഒരു സംസ്കാരം അങ്ങനെയാണ്. മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരെ കരുതാനുമുള്ള ഒരു മനസ്സ് നമുക്കെപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അപ്പം നാം അങ്ങോട്ട് സ്നേഹം കൊടുത്താൽ, അങ്ങോട്ട് സൗരഭ്യം കൊടുത്താൽ തിരിച്ചും അത് തന്നെയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും നമുക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പണിയാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലതാണ്. എല്ലാ ദിവസവും ചിലരെയെങ്കിലും കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കാൻ സമയം മാറ്റിവെക്കണം. ഇന്നൊക്കെ ഒത്തിരിയേറെ ഫോണുകളും മെസ്സേജുകളും അയക്കാനുള്ള സംവിധാനമുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളോ കൂട്ടുകാരോ ആരെങ്കിലും രോഗികളാണെങ്കിൽ അവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നതിനൊരു തെറ്റുമില്ല. നിരാശപ്പെടേണ്ട, കർത്താവ് സൗഖ്യം തരും, യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് ഒരു മെസ്സേജ് അയക്കുന്നതിന് കുഴപ്പമില്ല. അത് ചെയ്യണം. അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത്. അധൈര്യപ്പെടേണ്ട, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. അവൻ സൗഖ്യം തരുന്നവനാ. പ്രതിസന്ധികൾ വഴിമാറും. ഈ കാലവും കഴിഞ്ഞു പോകും. ഈ പ്രശ്നവും തീർന്നു പോകും. ഈ രോഗവും മാറിപ്പോകും. ദൈവം നിങ്ങൾക്ക് ആരോഗ്യം തരും, ബലം തരും. പ്രത്യാശയോടെ നിങ്ങൾ മുൻപോട്ട് പോകാൻ ദൈവം നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.